ഹായ്, മൈസെൽഫ് ഹനാന, ഫിസിയോതെറാപ്പിസ്റ്റ്. ടെന്നീസ് എൽബോ അല്ലെങ്കിൽ ലാറ്ററൽ എപ്പിക്കോണ്ടൈലൈറ്റിസ്. നമ്മുടെ കൈമുട്ടിൻ്റെ ലാറ്ററൽ സൈഡിൽ പെയിൻ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ ടെന്നീസ് എൽബോ എന്ന് പറയുന്നത്. മെയിനായിട്ടും ഇതൊരു ഓവർ യൂസ് ഇഞ്ചുറി എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് പേഷ്യൻറ്റിൻ്റെ കൈമുട്ടിൻ്റെ ലാറ്ററൽ സൈഡിൽ എന്തെങ്കിലും സ്വെല്ലിങ് വരികയോ അത് കാരണം പെയിൻ ഉണ്ടാവുകയോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ഒരു വർക്ക്, അതായത് ഇപ്പോൾ സിസ്റ്റം വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ പൊസിഷനിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പേര് ടെന്നീസ് എൽബോ എന്നായതുകൊണ്ട് തന്നെ ടെന്നീസ് പ്ലേയേഴ്സിലാണ് കൂടുതലും കാണുന്നത്. അവരുടെ ടെന്നീസ് കളിക്കുന്ന ആ ഒരു മോഷനിലാണ് കൂടുതലും, ആ ഒരു മൂവ്മെൻറ്റിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന സമയത്താണ് ഈ പെയിൻ വരുന്നത്. അതേപോലെ തന്നെ ഒരുപാട് ആളുകളിലും മറ്റ് അവർ ചെയ്യുന്ന ജോബിൻ്റെ അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യത്തിൻ്റെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് തന്നെ ഉള്ള ഒരു കണ്ടീഷനാണ് ഇത്. അപ്പം മെയിനായിട്ട് ഇതിൽ വരുന്ന സിംറ്റം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ കൈമുട്ടിൻ്റെ ലാറ്ററൽ സൈഡിൽ സ്വെല്ലിംഗ് ഉണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ പെയിനും ഉണ്ടാവും. ഈ പെയിന് കാരണം അവർക്ക് ചിലപ്പോൾ അത് താഴേക്ക് കൈയിൻ്റെ ഫോറാം മസിൽസിലോട്ട്, എക്സ്റ്റൻസർ മസിൽസിൻ്റെ മെയിൻ ഒറിജിൻ എന്ന് പറയുന്നത് ഈ ലാറ്ററൽ എപ്പിക്കോണ്ടൈലാണ്. അപ്പോൾ ഈ ലാറ്ററൽ എപ്പിക്കോണ്ടൈലിൽ ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാകുന്ന സമയത്ത് അത് എക്സ്റ്റൻസർ മസിൽസിനെ എഫക്റ്റ് ചെയ്യും. ഈ എക്സ്റ്റൻസർ മസിൽസിൽ തന്നെ എക്സ്റ്റൻസർ കാർപ്പി റേഡിയാലിസ് ബ്രെവിസ് എന്ന മസിലിനെയാണ് ഇത് കൂടുതലായിട്ട് ഇഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ താഴേക്ക് മസിൽസിനെ എഫക്റ്റ് ചെയ്തിട്ട് അവർക്ക് താഴോട്ടുള്ള ആമിൻ്റെ മൂവ്മെൻറ്റ്സിൽ അല്ലെങ്കിൽ ഫോറാം മൂവ്മെൻറ്റ്സിലും എക്സ്റ്റൻഷൻ ആൻഡ് ഫ്ലെക്ഷൻ മൂവ്മെൻറ്റ്സിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്നതാണ്. മെയിനായിട്ടും പേഷ്യൻ്റ് പറയുന്ന സിംറ്റം എന്ന് പറയുന്നത് പെയിനാണ്. ഒരു പെട്ടെന്ന് ഒന്നെങ്കിൽ ഷൂട്ടിംഗ് പെയിൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഫുൾ ടൈം ആയിട്ടുള്ള ഒരു ഡൾ പെയിൻ ഉണ്ടാവും, അങ്ങനെയാണ് പറയുന്നത്. ആൻഡ് ഇവിടെ സ്വെല്ലിങ്ങും ഉണ്ടാവും. അപ്പം ആസ് എ ഫിസിയോതെറാപ്പിസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഐസാണ്, ഐസ് അപ്ലിക്കേഷൻ. ഒരു 10 to 15 മിനിറ്റ്സ് ഓരോ സെറ്റിലും ഐസ് അപ്ലൈ ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ഇലക്ട്രിക്കൽ മൊഡാലിറ്റി ആയിട്ട് ഷോക്ക് വേവ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക്കൽ മൊഡാലിറ്റി ഇതിന് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. ഒരു സൗണ്ട് വേവ്സ് ആണ് അത് നമ്മുടെ ടിഷ്യൂസിലോട്ട് എത്തിക്കുന്നത്. അത് കുറച്ചൊരു റെയറായിട്ട് കിട്ടുന്ന ഒരു മെഷീനാണ് ഷോക്ക് വേവ് തെറാപ്പി എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഷോക്ക് വേവ് തെറാപ്പി ഉണ്ടായിരിക്കണമെന്നില്ല. അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ കൊടുക്കുന്നത് അൾട്രാസൗണ്ട് തെറാപ്പിയാണ്. ഏതാണോ ഇഞ്ചുറി സൈറ്റ് അവിടെ അൾട്രാസൗണ്ട് കൊടുക്കും. അതിൻ്റെ കൂടെ തന്നെ അവർക്ക് ഫോറാം മസിൽസിൻ്റെ സ്ട്രെങ്തനിങ് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുന്നതാണ്. അതേ കൂടെ തന്നെ സ്ട്രെച്ചിങ് ആണ് കൂടുതലും കൊടുക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഒരു ബുദ്ധിമുട്ട്, ഇപ്പം നോർമലി നമുക്ക് കാണുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈവൻ ഒരു ക്ലാസ് എടുക്കാൻ പോലും ചിലപ്പം പേഷ്യൻസിൻ്റെ പെയിൻ കൂടി കഴിഞ്ഞാൽ പറ്റാതെയാവും. പിന്നെ ഇപ്പോൾ ഹൗസ് വൈഫ്സ് ആണെന്നുണ്ടെങ്കിൽ അവർ അലക്കി കഴിഞ്ഞിട്ട് അവർക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ആ റിങ്ങിങ്, അതായത് ഡ്രസ്സ് പിഴിയുന്ന സമയത്ത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഈ മൂവ്മെൻറ്റ്സിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അത്തരം കണ്ടീഷൻസിൽ നമ്മൾ പറയുന്നത് കുറച്ച് കാലമെങ്കിലും പേഷ്യൻ്റ് റെസ്റ്റ് എടുത്തിരിക്കണം, ആ ഒരു ഏരിയക്ക് ഒരു റെസ്റ്റ് കൊടുത്തിരിക്കണം. എന്നിട്ട് നമ്മുടെ എക്സസൈസ്, സ്ട്രെച്ചിങ്ങും സ്ട്രെങ്തനിങ്ങും എക്സസൈസുകളൊക്കെ ആൻഡ് ഗ്രിപ്പ് സ്ട്രെങ്ത് കൂട്ടുന്ന എക്സസൈസുകളൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് വേണ്ടത്. ആൻഡ് ജെൻസിനാണെന്നുണ്ടെങ്കിൽ ബൈക്ക് റൈഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിന് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അത്തരം കണ്ടീഷൻസിലൊക്കെ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മുമ്പോട്ട് പോകേണ്ടതാണ്. ആൻഡ് ഒരു ട്രീറ്റബിൾ ആയിട്ടുള്ള കണ്ടീഷനാണിത്, ബട്ട് നമ്മൾ കുറച്ച് കെയർ ചെയ്യണമെന്ന് മാത്രം. ഇത്രയുമാണ് ടെന്നീസ് എൽബോ. ആൻഡ് താങ്ക് യു.